വസന്ത്, ഇവിടെ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താണ്? കാരണം ഈ വിശ്വാസികൾ നടത്തുന്ന ഈ ഒരു പ്രതിഷേധത്തിൽ അവർ അതുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ്. ഈ ഈസ്റ്റർ കഴിഞ്ഞാൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോയേക്കാം. അവിടെ പക്ഷേ വനംവകുപ്പ് ഉറച്ചു നിൽക്കുന്നത് ഇത് വനഭൂമിയാണ്, ഈ രേഖകൾ വളരെ കൃത്യമായി അവരുടെ കയ്യിലുണ്ട്. വിശ്വാസികൾ കാണിക്കുന്നത് തീർച്ചയായും പറഞ്ഞ പോലെ കയ്യേറ്റമാണ്. ഇനിയും അങ്ങനെ സംഭവിച്ചാൽ കുരിശ് വീണ്ടും പൊളിച്ചു മാറ്റേണ്ടി വരും, സമ്മതിക്കില്ല എന്ന് ശക്തമായ നിലപാടിലാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു പരസ്യമായ സ്റ്റാൻഡിന് കോൺഗ്രസ് തയ്യാറാവാത്തത്? ശ്രീ രഞ്ജിത്ത്, കൃത്യമായ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളെ സംബന്ധിച്ച് വനമേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരുന്ന മനുഷ്യരും വന്യജീവികളുമായിട്ടുള്ള ആക്രമണം, അതിൽ സംസ്ഥാന സർക്കാരും സർക്കാരിന്റെ വനം വകുപ്പും അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കാലങ്ങളായി എടുത്തു വരുന്ന നിഷ്ക്രിയത്വം, അതിനോടൊപ്പം തന്നെ പട്ടയവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഏറ്റവും അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ അന്ന് ഏറ്റവും ഒടുക്കം നിയമസഭയ്ക്കുള്ളിൽ ഇത് അന്യായമായി പട്ടയ വിതരണം നടത്തുന്നു എന്നുള്ളതായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. ആ ഗവൺമെന്റ് ഇറങ്ങിപ്പോയതിനു ശേഷം ഇതാ നാളിലേക്ക് 8 വർഷം തീരാറാവുന്നു. ഈ ഗവൺമെന്റ് രണ്ടാമത്തെ വന്നിട്ട് എത്ര പട്ടയം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ചോദ്യമല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ ഈ തൊമ്മൻകുത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവം വളരെ വേദനാജനകമാണ് എന്നത് മാത്രമല്ല, അത് BJPക്ക് വഴിമരുന്നിടാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി ഫോറസ്റ്റ് വകുപ്പ് കളിച്ച നാടകമാണ് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. വളരെ കൃത്യമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗികമായ നിലപാട് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇത് BJPക്ക് വഴിമരുന്നിട്ട് കൊടുക്കാൻ വേണ്ടി മുനമ്പത്തെ പോലെ മറ്റു സ്ഥലങ്ങളിലെ പോലെ യഥാർത്ഥ വില്ലൻ CPM ആണ്. യഥാർത്ഥ വില്ലൻ മറയ്ക്കപ്പുറത്ത് മറഞ്ഞിരുന്നിട്ട് BJPക്ക് പരവതാനി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുക, ക്രിസ്ത്യൻ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അവിടേക്ക് സമരം നടത്താൻ, നിയമസഹായം നൽകാൻ, ലീഗൽ എയ്ഡ് നടത്താൻ BJPയെ ആർത്തു വിളിക്കുകയാണ്. അവരെ കൈകൊട്ടി കരഘോഷം കൊടുത്ത് അവർക്ക് അവിടെ വേദി ഉണ്ടാക്കി കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാരും അതിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് വകുപ്പും. നോക്കൂ, ഇവിടെ ഫോറസ്റ്റ് വകുപ്പിന്റെ നിലപാട് എന്താണ്? അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കയ്യേറ്റ ഭൂമിയാണ്. അങ്ങനെ കയ്യേറ്റ ഭൂമിയാണെങ്കിൽ തൊമ്മൻകുത്ത് മുതൽ തൊടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ എന്റെ കൂടെ വരാൻ പറയൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട്. 1 തൊട്ട് 1000-ഓളം CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അടക്കം, CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകൾ അടക്കം, CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകൾ അടക്കം എണ്ണി കാണിച്ചു കൊടുക്കാം. പരശതം ഓഫീസുകൾ ഫോറസ്റ്റ് ഭൂമിയിൽ, സർക്കാർ ഭൂമിയിൽ പുറംപോക്കിൽ കയ്യേറി സ്ഥാപിച്ചിരിക്കുന്നത്. ഒരിടത്തൊരു നോട്ടീസ് കൊടുക്കാൻ, പൊളിച്ചു മാറ്റണ്ട, ഒരു നോട്ടീസ് കൊടുക്കാൻ ഇവർ തയ്യാറാകുമോ? ഇനി അതേ തൊമ്മൻകുത്ത് മുതൽ മൂവാറ്റുപുഴ വരെ എന്റെ കൂടെ വരാൻ പറയൂ, അല്ലെങ്കിൽ നിങ്ങളും വരൂ. CPMന്റെ കൊടിതോരണങ്ങൾ, കൊടിമരങ്ങൾ വെച്ച് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പുറംപോക്കിൽ, സർക്കാർ ഭൂമിയിൽ, എന്തിനേറെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോലും CITയുടെ അടക്കം കൊടികൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കാം, തൊട്ട് കാണിച്ചു കൊടുക്കാം. ഒന്ന് പറിച്ചു മാറ്റാൻ പോയിട്ട് ആ പറിച്ചു മാറ്റേണ്ടതേ അവിടെ ഒരു നോട്ടീസ് ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ എടുത്തു മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അത് എടുത്തു മാറ്റും എന്നുള്ളൊരു നോട്ടീസ് ചെയ്യാൻ ഇയാൾക്ക് ധൈര്യം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. അപ്പൊ ബോധപൂർവം അവിടുത്തെ വിശ്വാസികളെ വേദനിപ്പിക്കാൻ വളരെ കൃത്യമായി അവിടുത്തെ വിശ്വാസികളുടെ മതവികാരത്തെ, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി, അങ്ങനെ വ്രണപ്പെടുത്തി അവിടെ BJPക്ക് വഴിമരുന്നിട്ട് കൊടുക്കാൻ വേണ്ടി പെരുമാറിയതാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം എന്താണ്? ഒന്ന്, ആ കുരിശ്, ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച AKCCയുടെ പ്രതിനിധിയാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ ആ കുരിശെടുത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി വെക്കാമായിരുന്നു. ഇനി അതുമല്ലെങ്കിൽ ആ കുരിശ് അവിടെ നിന്ന് പിഴുതു മാറ്റി മറ്റെവിടത്തേക്കെങ്കിലും മാറ്റി വെക്കാമായിരുന്നു. ഇനി ആ കുരിശ് സ്ഥാപിച്ചത് അവിടുത്തെ ഇടവകയാണെങ്കിൽ വികാരിയച്ഛനൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാമായിരുന്നു. ഇനി ആ കുരിശ് സ്ഥാപിച്ചത് ഇടവകയല്ലെങ്കിൽ അത് സ്ഥാപിച്ച ആൾക്ക് ഒരു കൃത്യമായ ഒരു ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഫോറസ്റ്റ് വകുപ്പിന്റെ ചട്ടങ്ങൾ നൽകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതൊന്നും ഇഷ്യൂ ചെയ്യാതെ പെട്ടെന്നൊരു ദിവസം തല്ലി തകർത്തേക്കാം, പെട്ടെന്നൊരു ദിവസം മറ്റേ ഈ ഡൽഹിയിലൊക്കെ BJP ശ്രീ വസന്ത്, താങ്കളുടെ ഭയം പോലെ ഈ പറഞ്ഞതുപോലെ പല വിഷയങ്ങൾ, ഇപ്പൊ മുനമ്പം ഒരു പ്രധാന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഈ കുരിശുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു. സ്വാഭാവികമായും ഈ പരവതാനി വിരിക്കുകയാണ് BJPക്കെങ്കിൽ അവിടെ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്ത് ഈ വിശ്വാസികൾക്കൊപ്പം, ക്രിസ്ത്യൻ വിശ്വാസികൾക്കൊപ്പം വളരെ വ്യക്തമായി തന്നെ, ഇപ്പോൾ മുനമ്പത്തായാലും ഇവിടെ ആയാലും ഒക്കെ നിൽക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ, ഒരു ഡയലമയിൽ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നുണ്ടോ? അവിടെയാണ് താങ്കൾ ഭയപ്പെടുന്നത് പോലെ BJP നേട്ടമുണ്ടാക്കുന്നത്, പല ഈ ക്രിസ്ത്യൻ വിഭാഗമടക്കം BJPയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നത്?
അല്ല ക്രിസ്ത്യൻ വിശ്വാസികൾ അടുക്കുന്നത് കൊണ്ടാണോ എന്ന് ബഹുമാനപ്പെട്ട ഹിസ് എക്സലൻസി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്ക് ഇത് രാജ്യമൊട്ടുക്കും സ്വന്തം വിശ്വാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ജബൽപൂരിലടക്കം BJP-യുടെ നേതൃത്വത്തിൽ നമുക്കെതിരെ വലിയ ആക്രമണങ്ങൾ, വലിയ അധിക്ഷേപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിളിച്ചു പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ മുനമ്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ രൂപതയുടെ ബിഷപ്പ് ന്യൂസ് 18 Q18 നൽകിയ പ്രതികരണം അങ്ങ് കണ്ടതാണല്ലോ. നോക്കൂ, എന്താണ് രാജ്യ തലസ്ഥാനത്ത് തൊട്ട് നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ മധ്യപ്രദേശിൽ 400 ആദിവാസി ക്രിസ്ത്യൻ കുടുംബങ്ങളെയാണ് ഇറക്കിവിട്ടതിന്റെ പേരിൽ അവർ ഒരു FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി 16 ദിവസം അവർക്ക് സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നു, ഒരു പേപ്പറിൽ FIR പേപ്പർ എഴുതി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ രാജ്യമൊട്ടുക്കും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നേരെ, ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് നേരെ, പള്ളികൾക്ക് നേരെ, വികാരിയച്ചന്മാർക്ക് നേരെ, വൈദികർക്ക് നേരെ വലിയ അധിക്ഷേപം നടക്കുകയാണ്. 6 നേതൃത്വത്തിലാണ്. പേര് വാനര സേന എന്നായിരിക്കും, മറ്റേ ഹനുമാൻ സേന എന്നായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ അതിന്റെ എല്ലാം അച്ചുതണ്ട്, ആ അച്ചുതണ്ട് കടങ്ങുന്നത് സംഘപരിവാരത്തിന്റെ അച്ചുതണ്ടിൽ നിന്നുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. ഇന്ന് ഞാനും ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ഇന്ന് ക്രിസ്തുദേവനെ, ഈശോയെ ക്രൂശിക്കുന്നതിന് മുമ്പ് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ദൈവപുത്രനെ നിങ്ങൾക്ക് വിട്ടുതരാം, വേണോ? അപ്പോ യൂതന്മാർ ഒന്നടങ്കം പറയും, വേണ്ട, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ വേണ്ട, ഞങ്ങൾക്ക് മിശിഹായെ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് കൊള്ളവെപ്പുകാരനായ, തീവെപ്പുകാരനായ, കൊള്ളക്കാരനായ, കലാപകാരിയായ ബറാബാസിനെയാണ്. ആ ബറാബാസിനെ പോലെയാണല്ലോ ഇന്ന് ഹെബ്രാമിനെ മിനിഞ്ഞാണ് റിലീസ് ചെയ്തിരിക്കുന്ന മോദി ഭരണകൂടം, അല്ലേ? ആരാ ഹെബ്രാം? ഈ രാജ്യത്ത് ഇവിടെയുള്ള ഒറീസയിൽ അടക്കം വിവിധ സ്ഥലങ്ങളിൽ താഴെത്തട്ടിലുള്ള ആദിവാസികളുടെ ഇടയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ഗ്രഹാം സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ മിഷണറിയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും കുടുംബത്തെ ഒന്നാകെ ചുട്ടുകരിച്ചു കൊന്ന മനുഷ്യനാണ്. 26ാമത്തെ വർഷം ഹെബ്രാമിനെ വെറുതെ വിട്ടു മോദി ഭരണകൂടം. മോദിയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ആജ്ഞ സ്വീകരിക്കുന്ന BJP ഭരണകൂടം. എവിടെയാ? ബറാബാസിനെ മതി, എബ്രാമിനെ മതി, ക്രിസ്തുവിനെ വേണ്ട, ഗ്രഹാം സ്റ്റെയിൻസിനെ വേണ്ട. ആ നിലപാട് എങ്ങനെയാണോ BJP എടുത്തു പോരുന്നത്, അതേ രീതിയിൽ തന്നെയാണ് CPM ഭരിക്കുന്ന ഭരണകൂടം ഇവിടെ. ശരി, കെവിൻ പീറ്റർ, ഇവിടെ വസന്ത് സംശയിക്കും